എന്നീ വിഷയങ്ങളിൽ പാർലമെന്റിന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. വിവരങ്ങളുമായി ബൽറാം നുരങ്ങാടി. ബൽറാം, കേവലം ദിവസങ്ങൾക്കുള്ളിൽ 3-4 ജീവനുകൾ കാട്ടാനെടുത്ത അങ്ങേയറ്റം ചോര അനുഭവത്തിൽ നിൽക്കുകയാണ് കേരളം. അതടക്കം ഈ എംപിമാർ പാർലമെന്റ് ഉന്നയിക്കുകയാണോ ബൽറാം? ലക്ഷ്മി, കേരളത്തിലെ 2 പ്രധാന വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് പാർലമെന്റിൽ പ്രതിപക്ഷം കേരളത്തിൽ നിന്നുള്ള UDF അംഗങ്ങൾ പ്രതിഷേധം നടത്തിയത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് സഭാ കവാടത്തിൽ UDF എംപിമാർ പ്രതിഷേധിച്ചത്. പ്രധാനമായും ഈ തീരദേശ ഖനനവുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം അത് കേരളത്തിലെ പരിസ്ഥിതിക്ക് വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുരിതത്തിലാക്കും എന്നുമുള്ള കാര്യങ്ങൾ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ പാർലമെന്റിൽ വിവിധ ഘട്ടങ്ങളിൽ ഉന്നയിച്ചിരുന്നു. ചോദ്യോത്തരവേളയിലും ഒപ്പം തന്നെ ശൂന്യവേളയിലും ഈ വിഷയം ഉന്നയിക്കപ്പെട്ടിരുന്നു. ഒപ്പമാണ് ഈ വിഷയത്തിൽ ഒരു പ്രതിഷേധവുമായി കേരളത്തിൽ നിന്നുള്ള എംപിമാർ രംഗത്തെത്തിയത്. ഇതോടൊപ്പം തന്നെയാണ് കേരളത്തിലുള്ള വന്യജീവി ആക്രമണം തുടർച്ചയായി ഉണ്ടാകുന്ന സംഭവത്തിൽ കേന്ദ്ര ഇടപെടൽ വേണം എന്ന ആവശ്യമാണ് അംഗങ്ങൾ ഉന്നയിക്കുന്നത്. ഈ 2 വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ സഭാ കവാടത്തിൽ കേരളത്തിൽ നിന്നുള്ള UDF എംപിമാർ പ്രതിഷേധ ധർണ നടത്തിയത്. പാർലമെന്റിൽ ഈ വിഷയം ശക്തമായി തന്നെ തുടർന്നും ഉന്നയിക്കുമെന്നാണ് എംപിമാർ വ്യക്തമാക്കുന്നത്. ബൽറാം, അടിയന്തര പ്രമേയത്തിന് അനുവാദം തേടിയിട്ടുണ്ട്. നോക്കൂ ബൽറാം, ഈ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ 3-4 ദിവസങ്ങളിലെ കാട്ടാനാക്രമണത്തിന്റെ കാര്യം മാത്രമല്ല, കടുവ, പുലി, അങ്ങനെ ഈ വർഷം പുലരുന്നതിന് അല്ലെങ്കിൽ പോയ വർഷം അവസാനം ഈ വർഷം പുലർന്ന കുറേ ദിവസങ്ങൾ എടുത്താൽ തന്നെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള വന്യജീവികൾ മനുഷ്യജീവൻ കവരുന്നതിൻ്റെ നരനായാട്ടിൻ്റെ കണക്കുകൾ നമ്മൾ കാണുകയാണ്. അപ്പോഴും ആ പഴയ കേന്ദ്ര നിയമം ആ മട്ടിൽ തന്നെ അവിടെ നിൽപ്പുണ്ട്. ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ ആ നിയമം ഭേദഗതി ചെയ്യണം എന്ന ആവശ്യം കൂടി സഭയ്ക്കുള്ളിൽ കേരളത്തിലെ എംപിമാർ ശക്തമായി ഉന്നയിക്കാനിടയുണ്ടോ ബൽറാം? തീർച്ചയായും ഹാഷ്മി, ഈ ബജറ്റ് സമ്മേളന കാലയളവിൽ തന്നെ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ ഈ വിഷയം ചോദ്യോത്തരവേളയിൽ ഉൾപ്പെടെ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. ഈ സഭയിൽ നൽകിയ മറുപടിയിൽ എന്നാൽ കേന്ദ്ര നിയമങ്ങളിൽ മാറ്റം വരുത്താനാകില്ല എന്നും നിലവിലുള്ള ചട്ടങ്ങൾക്കനുസരിച്ച് മാത്രമേ കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ ഇടപെടാനോ കൈകാര്യം ചെയ്യാനോ കഴിയൂ എന്നും അക്രമകാരികളായ വന്യമൃഗങ്ങളുടെ കാര്യത്തിൽ അത് സംസ്ഥാന തലത്തിൽ തന്നെ ഫോറസ്റ്റിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നുമുള്ള മറുപടിയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതിൽ പ്രധാനമായും കർഷകർക്ക് ശല്യം ആയി മാറുന്ന ജീവികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും അക്കാര്യത്തിൽ അനുഭാവപൂർവമായ ഒരു മറുപടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒപ്പമാണ് തുടർച്ചയായി പുലി, കടുവ, കാട്ടാന ആക്രമണങ്ങളിൽ മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്ന സംഭവം കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ തുടർച്ചയായി ഉണ്ടാകുന്നത്. ഈ വിഷയം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള UDF എംപിമാർ ഇപ്പോൾ പാർലമെന്റിൽ പ്രതിഷേധം നടത്തിയത്. ബൽറാം നുരങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ആ വാർത്തയുടെ പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ നൽകിയത്. പാർലമെന്റിൽ നമ്മുടെ സഭയിലേക്ക് എത്തിയാൽ ഇവിടെ